എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ലേക്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഉദയ്പൂരിനടുത്താണ്. ഉദയ്പൂരിലേക്ക് ചെല്ലുന്നില്ല, ഉദയ്പൂരിലേക്ക് ചെല്ലുന്നുള്ളൂ, ഒരു 10-50 കിലോമീറ്റർ പുറകിൽ. നമ്മൾ ഇന്നലെ രാത്രിയിലൊരു പമ്പിൽ കൊണ്ടുവന്ന് ഒതുക്കിയാണ് കിടന്നുറങ്ങിയത്. നല്ല കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ ഇങ്ങോട്ട് വന്നപ്പം. ടോയ്ലറ്റ് അവിടുത്തെ ഉള്ളിലായിരുന്നു, പമ്പിലെ, പെട്രോൾ പമ്പിലെ. അതുകൊണ്ട് നമ്മൾ രാവിലെ അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി വന്ന് പിന്നെ വണ്ടി സൈഡിൽ നിർത്തി ഫുള്ള് ഫ്രഷായി. ഇനിയിപ്പോൾ ഏതെങ്കിലും ധാബ എവിടെയെങ്കിലും കണ്ടിട്ട് വേണം ഫുഡ് കഴിക്കാൻ രാവിലത്തെ. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കൃഷിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ നിൽക്കുന്ന നിലക്കടലാന്ന് തോന്നുന്നു. അതെ അതെ, ഞാനും ദൂരം നോക്കി കണ്ടുപിടിച്ചു. പഠിച്ചു അമ്മയുടെ കൂടെ ലോറിയിൽ പോയി നല്ല പുരോഗമനമുണ്ട് ചേച്ചയ്ക്ക്. അതെ അതെ, നമ്മൾ ഇത്രയും ദിവസം കണ്ടാലല്ലോ ഉദയ്പൂർ സൈഡിലോട്ട് ഇഷ്ടംപോലെ കൃഷിയെല്ലാം ഉണ്ടല്ലേ. നല്ല നല്ല ഗ്രീനറി ആയി ഉദയ്പൂർ എത്തിയപ്പോഴത്തേക്ക്. രാവിലെ തണുപ്പ് 11 ഉണ്ടായിരുന്നുണ്ടല്ലേ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ 11 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷേ ജയ്പൂരിനെക്കാട്ടിലും തണുപ്പ് കുറവാ. ജയ്പൂരിൽ ഇവിടത്തെക്കാരും തണുപ്പുണ്ട്. ഒരു വെളുപ്പിനെ ആകുമ്പോ 8-9 ആ ഒരു ടെമ്പറേച്ചർ. 7 ഉണ്ടായിരുന്നു ഒരു ദിവസം. ഒരു ദിവസം 7 ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ പക്ഷേ 11-10 10 പോയില്ല, ഇന്നലെ 11 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ രാവിലെ എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കടയിൽ കയറി കഴിക്കാം. നല്ല ധാബകൾ കാണുവാണെങ്കിൽ ഡ്രൈവർ വണ്ടി നിർത്തിക്കോളൂ. നിർത്താം. പിന്നെ എന്താ, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കടയിൽ നിന്ന് കഴിക്കാം. അതെ. ഇന്നിപ്പം നമുക്ക് ചെന്നിട്ട് ഉദയ്പൂരിൽ ചെന്നിട്ട് വല്ല ബസാറിലും പോവാം. ബസാറിൽ പോവാം. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെല്ലുമല്ലോ, അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ബസാറിൽ പോവാം. ഇവിടോട്ടൊന്നും മീൻ ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ടില്ല. ഇല്ല, ഇവിടെ മീൻ ഇല്ലെന്ന് തോന്നുന്നതെയോ. കടലധികം സൈഡിലല്ലോ. നല്ല നല്ല അയലക്കറി, മാങ്ങയിട്ട് വെച്ച അയലക്കറിയും പൊറോട്ടയും. ഓ സൂപ്പർ, നല്ല ടേസ്റ്റാ. നമുക്ക് രാവിലെ ആലു പൊറോട്ടയും തൈരും കഴിക്കാം. അതെ, അത് തന്നെ നമുക്കിവിടെ ഉള്ളു. വേറെ ഒന്നും കിട്ടിയാലാ. വേറെ കുറെ ഐറ്റംസ് ഉണ്ട്, പക്ഷെ ആലു പൊറോട്ട ആകുമ്പോ വലിയ പ്രശ്നമില്ല. റൊട്ടീനേക്കാളും മസാല രാവിലെ എനിക്ക് പറ്റിയല്ല. ഇവിടുത്തെ ഒരു മസാല എനിക്ക് അങ്ങനെ പറ്റിയല്ല, പിടിക്കത്തില്ല. അപ്പൊ അതിലും ഭേദം ആലു പൊറോട്ട തൈര് കൂട്ടി കഴിച്ചിട്ട് പോവാം. ഇതൊക്കെ അതെ ഇവിടുത്തെ വീടുള്ളത്. എല്ലാം തുറന്നാണല്ലോ പണിയുന്നത് പൊക്കത്ത്. ആ സൈഡില് നല്ലൊരു ധാബയുണ്ട്. കേറിയാലോ? അവിടെ വേണം നിർത്താം. ഇഷ്ടംപോലെ ലോറി നിർത്തുന്ന അവിടെ എങ്ങനെ നിർത്താം. ഇവിടെ സൗത്ത് ഇന്ത്യനൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, എല്ലാ കിട്ടും തോന്നുന്നു. ചൈനീസും ഒക്കെ ഉണ്ട്. ഇത് ഫുഡ് കോർട്ട് പോലെയാ, ഒരു കടയല്ല. ഇനി കുറച്ച് കടകൾ ഇങ്ങനെ അങ്ങോട്ട്. അപ്പം ഞങ്ങൾ ഒരു പാവ് ബജിയും ഒരു മസാല ദോശയും പറഞ്ഞു. പൊന്നും ഒരു ചായയും പറഞ്ഞു. ചായയുടെ ഗ്ലാസ് ഉണ്ടോ? അതെ, കുഞ്ഞി ചായ. ഇവിടെ ഇങ്ങനെ ചെറിയ സ്റ്റൂള് ഇത് ഇട്ടേക്കുക. അവിടെ ആയിരുന്നു എല്ലാവരും കഴിക്കുന്നത്. ഏലക്ക ഇട്ട ചായ കേട്ടോ, ടേസ്റ്റ്. അതെ, അവിടെ മസാല ദോശ ഉണ്ടാക്കുന്നു. ഇതെന്തോ പക്കാവട പോലെ എന്തെങ്കിലും ഒരു സാധനം. മസാല ദോശയ്ക്ക് ഇവിടെ 100 രൂപ. മസാലയൊക്കെ വെച്ചു, അല്ല ദോശയിൽ മസാലയൊക്കെ വെച്ചു, സെറ്റായി. പാവ് ബജി പൊന്നുവിൻ്റെ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പാവ് ബജിയുടെ ആ മസാല അതെ അവിടെ റെഡിയാക്കുന്നത്. പാവ് ബജി റെഡി, മസാല ദോശ റെഡി. രാജസ്ഥാൻ സ്റ്റൈലിലുള്ള മസാല ദോശ എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം. പാവ് ബജി, ഇത് മസാല ദോശ. പാവ് ബജി എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എടി അങ്ങനെയല്ല, അത് മുറിച്ചിട്ട് ഇതിൽ മുക്കി കഴിച്ചാൽ മതി. എനിക്കറിയാം, എനിക്കത് ഇഷ്ടം. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇനി മുത്തുമോളുടെ മസാല ദോശ വെയിറ്റ് ചെയ്ത് കുറച്ച് നാളായി ഞാൻ മസാല ദോശ കഴിച്ചിട്ട്. നല്ലതല്ല, രണ്ടും അത് നല്ല. ഞാൻ മസാല ദോശ നല്ലതായിരിക്കും വിചാരിച്ചില്ല. ചിലയിടത്തൊക്കെ ഭയങ്കര പുളിയാണ് അവന്, പക്ഷെ ഇത് കറക്റ്റ് ആസാനം കൊള്ളാം. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം. രാവിലെ നമുക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പോവാം. നല്ല ടോളല്ലേ, നല്ല സ്പേസ് ഉണ്ട്. ടോളിന് മുന്നേ ടോള് കഴിഞ്ഞിടത്ത് നല്ല സ്പേസ് ഉണ്ട്. വണ്ടി നിർത്താനും ഫുഡിനുള്ള കടയെല്ലാം ഉണ്ട്. വഴി എന്തായാലും നല്ല വഴിയാ. 6 ലൈൻ ഹൈവേ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്ന. അതെ,
രാവിലെ നല്ല ഫുഡ് കിട്ടിയോണ്ട് ഞാൻ ഹാപ്പിയായി, ചേച്ചയും ഹാപ്പി, ഇന്ന് മസാല ദോശയൊക്കെ കിട്ടിയോണ്ട്. അതെ, കുറച്ച് ആ വീട്ടിൽ പോകണമെന്നുള്ളൊരു ഇത് കുറഞ്ഞിട്ട് അല്ല, നമുക്കിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഫുഡൊന്നും ഇല്ല, പിന്നെ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇരിക്കാൻ തോന്നും വീട്ടിലൊക്കെ പോകണം, വീട്ടുകാരെയൊക്കെ കാണണം. ഇവക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയല്ല, വീട്ടുകാരെയൊക്കെ കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ട്രിപ്പ് വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലം മാത്രം വെറുതെ വെച്ചിട്ട് അങ്ങനെ പോകുന്നത്. ഇപ്പൊ ജോധ്പൂർ കണ്ടു, ജയ്പൂർ കണ്ടു, ജയ്സാൽമീറും കണ്ടു. അപ്പൊ ഉദയ്പൂരിന്റെ അടുത്തൂടെ വന്നിട്ട് ഉദയ്പൂർ കാണാണ്ട് വന്ന മോശമല്ലേ? അല്ല, ഉദയ്പൂർ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെയല്ലേ പറഞ്ഞെ. ഇപ്പം ഞാൻ പണ്ട് 9 ടൂർ പോയപ്പോ, ലോങ് ടൂർ പോയപ്പോ 3-4 ദിവസം അമ്മ ഒന്നുമില്ലല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ അമ്മയോടല്ലേ പോകുന്നത്. അപ്പൊ ഞാനും അമ്മയും കൂടെ കരഞ്ഞു പോയിട്ട് ടൂർ പോയത് ഞാൻ ആക്കുന്നുണ്ട്. രണ്ടുപേരും രാവിലെ തൊട്ട് ഭയങ്കര കരച്ചില്ല അമ്മയും മോളോടെ. ചേച്ചാണെങ്കിൽ എനിക്ക് ടൂറ് പോകണ്ട, ഞാനെങ്ങനെ നിൽക്കൂ എന്നൊക്കെ. ഞാൻ തന്നെ ടൂറിന് പോകണമെന്ന് പറഞ്ഞ വീട്ടിൽ പോകണം വെച്ച് കാശൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിയത്. പക്ഷെ പോകുന്ന സമയമാകുമ്പം എനിക്ക് പോകാൻ മടിയാവും. അത് മിക്കപ്പോഴും അമ്മയ്ക്ക് ഉണ്ടേ കുഴപ്പമില്ല, ഇനി ഇല്ല തന്നെ പോകുമ്പം അയ്യോ തന്നെയല്ലേ പോകുന്നത്. പക്ഷെ അത് ആ ഒരു ഷോർട്ട് ടൈമിലേക്കേ ഉള്ളൂ കേട്ടോ, അധികം പോകുന്നില്ല. ഒരു ഇറങ്ങി നമ്മൾ കുറച്ച് ദൂരം അങ്ങ് ചെല്ലുന്നിടം വരെയുള്ള ഫീലിംഗ് ഉള്ളു, അത് കഴിയുമ്പോൾ ഓക്കെ ആവും. അപ്പോൾ വണ്ടി റിസർവായി, നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോവാം. കുറച്ച് അടിച്ചിട്ട് പോവാം. ഇപ്പോൾ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ നിൽക്കുമല്ലേ. അതെ, ടൗണല്ലേ, അത്യാവശ്യം നല്ല അടിച്ചിട്ട് പോവാം. ഒരു 10,000-2000 വല്ല അടിച്ചാൽ മതി. ഇതെന്നാ ചെടിയല്ലേ ഈ നിൽക്കുന്നത്? ഏത്? അത് നേരെ നിൽക്കുന്ന കണ്ടോ, പുല്ല്. അതറിയത്തില്ല. ഇവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് പണിതിരിക്കുന്നത് കണ്ടോ. ഈ വീടിൻ്റെ കണ്ടോ, ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് പണിതിരിക്കുന്നത്. എന്നുവെച്ചാൽ ചൂട് കൂടുതലല്ലേ ചൂട് കാലത്ത്. ഇപ്പം നല്ല തണുപ്പും കാറ്റുമായിരിക്കും വീടിൻ്റെ അകത്ത്. ഇവിടെയൊക്കെ വഴിപണിയാന്ന് തോന്നുന്നു. പിന്നെ പരാസ് ഫ്ലൈ ഓവർ. ഇവിടെ ഒന്നും നമുക്ക് കൃഷി സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, എല്ലായിടത്തും വേലിയൊക്കെ കെട്ടി ഇതാക്കി വെച്ചേക്കുക. പശുവൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട്. പുത്തേഡ് ഫാമിലി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങോട്ട് വന്നേ പിന്നീട് നമ്മളധികം കല്ലുകളൊന്നും കണ്ടില്ല അല്ലേ? അല്ല, അപ്പുറത്തെ സൈഡിലോട്ട് ഇഷ്ടം പോലെ റെഡ് സാൻഡ് സ്റ്റോണും അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഗോൾഡനും. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കല്ലുകളൊക്കെ കുറവാണ്. അവിടെ എല്ലാം ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ ഫുൾ ഓവർടേക്കിംഗ് മൂഡിലാണ്. അതെ, ഞാൻ എങ്ങനെ പതുക്കെ ഒരു സൈഡിൽ കൂടെ പോകാൻ നോക്കാം. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് തന്നെയുള്ള. ശരിയാ. ഞങ്ങള് സ്റ്റാർട്ടിങ് തൊട്ടേ ഞങ്ങൾ എന്തെങ്കിലും പുതിയ പരിപാടി തുടങ്ങുമ്പോ സ്റ്റാർട്ടിങ് ഒന്നിച്ച് പോകുന്നത്. ലൈസൻസ് കെട്ടിക്കഴിഞ്ഞ് ഓർക്കുന്നുണ്ട് ചുമ്മാ കോട്ടയം പോവാ. ചുമ്മാ കോട്ടയം പോകും, ഡെയിലി ഇറങ്ങും. ചുമ്മാ വൈകുന്നേരം ആകുമ്പം കോട്ടയം പോയിട്ടിരുന്നു പണ്ട്. അത് ലൈസൻസ് കിട്ടേണ്ടി ഇരുന്നായിരുന്നു. എന്നേലും മേടിക്കണം പറഞ്ഞാൽ കോട്ടയത്തിനോ. അതെ, 820 വരെ പോയി കുറച്ചല്ലേ ഉള്ളൂ. അതെ, കൊറേ പോണം ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ കോട്ടയം വരെ പോകും. ഉദയ്പൂർ 21 കിലോമീറ്റർ. പെട്ടെന്ന് പോവാം. പെട്ടെന്ന് വന്നില്ല, പെട്ടെന്ന്. അതെ, പാകപ്പാരും ചെല്ലും തന്നെയല്ലേ, ഇതവിടെ പോയി വെറുതെ ഇരിക്കാനല്ലേ ഉള്ളൂ. അതെ, ഉച്ചക്ക് റെസ്റ്റ് ആണല്ലോ. ഉച്ചക്ക് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. അതെ, വൈകുന്നേരം എവിടെയല്ലേ കറങ്ങാൻ പോവാം. ഉദയ്പൂര് പോകുന്നതിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നെയിൽ ആർട്ട് ചെയ്യാനാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നഖമൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോ അതെ സൈഡിലത്തെ വേലിക്കൊക്കെ പൊക്കം കൂടി ഭയങ്കരമായിട്ട്. നമ്മള് കഴിഞ്ഞ ദിവസം കമ്പിളി മേടിക്കണമെന്ന് ഓർത്താ, പക്ഷെ വേണ്ടെന്ന് വെച്ചു. തണുപ്പ് പറയും, എന്തേലും തീരുമാനിക്കുമ്പോഴത്തേക്കത് സെറ്റായി. ഇതാണ് ഞങ്ങളുടെ മ്യൂസിക് സിസ്റ്റം. അതിലിവളുടെ ഡയറി വെച്ചേക്കുക. അതെ, ഇങ്ങോട്ടൊക്കെ ഇതേ മല. രാജസ്ഥാനിലുള്ള ഒരേ റെയിൽവേ സ്റ്റേഷൻ മൗണ്ട് അബുവാ. അങ്ങോട്ട് പോകുന്നുണ്ടോ പൊന്നു? അങ്ങോട്ട് പോകുന്നുണ്ടോ? എനിക്ക് പ്രശ്നമില്ല, ഞാൻ എവിടെയാണെങ്കിലും പോകാൻ റെഡിയാ. ചേച്ചിക്കാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ തണുപ്പല്ലേ, ഈ തണുപ്പത്ത് പോണോ? അവിടെയൊക്കെ എന്തോ കോട്ടമതിലൊക്കെ കണ്ടോ? എല്ലായിടത്തും ഇഷ്ടംപോലെ കോട്ടമതിലുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇതേ മേളിൽ അവിടെ ഒരു മന്ദിറുണ്ട് ശിവന്റെ. പാറയുടെ കളർ ഉണ്ടോ, നല്ല കളറ്. അഹമ്മദാബാദ് ഒക്കെ ഇതേ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകാം. നമ്മൾ നേരെ ഉദയ്പൂർ. അപ്പൊ ഇവിടുന്ന് ഈ റൈറ്റ്, ഈ നേരെ മേലോട്ട് കയറി അഹമ്മദാബാദ് പോകും. ലെഫ്റ്റ് സോറി. അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് വലിയ വണ്ടികൾക്കൊന്നും പെർമിഷൻ ഇല്ല. ഭാരി വാഹൻ പ്രവേശൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ബോർഡ്. ഇതിന് ഈ വണ്ടിയിൽ ഇവിടെ നിർത്തിയേക്കുന്നത്. ഓട്ടോ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ആണ് കളർ കണ്ടോ, ഒരു ഡിഫറെന്റ് ഇത്. ഉദയ്പൂര് ടൗണിലോട്ടുള്ള തിരക്കാന്ന് തോന്നുന്നു.
ടൗൺ എടുക്കാറായി. ടൗണിന് എന്നാ 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ രാജസ്ഥാൻ യാത്രയിൽ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് ഉദയ്പൂർ. ഇതൊക്കെ ഷെയർ ഓട്ടോയാണ്, ഷെയർ ഓട്ടോ. ആ ട്രാക്ടർ കണ്ടോ, കല്ല കൊണ്ടുവന്ന പക്ഷെ തൂക്കിയിട്ടേക്കുന്നുണ്ടോ ഫ്രിൻലസിലെ. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ പുരാന RTO റോഡോ, മീരാനഗർ, കൃഷ്ണവിഹാർ. വഴിയിൽ നല്ല തിരക്കാ ടൗൺ ആയപ്പോഴത്തേക്ക്. ആ ഓട്ടോ നിറച്ചാളായി. അങ്ങനെ നമ്മൾ ലേക്ക് സിറ്റിയായ ഉദയ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ തപ്പണം. ഡിവൈഡർ കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് ഡിസൈൻ. ലൈറ്റ് ഉണ്ടോ, ഡിഫറെന്റ് ആയിട്ടുള്ളത്. ബാരി വാഹൻ പ്രവേശ് നിഷേധ്. നോയിൻട്രി എവിടെ നിന്ന് അങ്ങോട്ട് വലിയ വണ്ടിക്ക്. അതെ, വലിയ വണ്ടികളൊക്കെ ഇതേ മേളിൽ കൂടെ പോയി. അതെ, ഉദയ്പൂർ ആപ്കാ ഹർദിക് സ്വാഗത് കർത്താ ഹേ. ഇവിടെ എല്ലാം ബോർഡെല്ലാം ഹിന്ദിയിലാണല്ലോ. കുറച്ച് ഇംഗ്ലീഷിലൂടെ എഴുതി വെക്കായിരുന്നു. അതെ, അത് ചേരിയ ഇഷ്ടംപോലെ ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ബോർഡും ഹിന്ദിയിലാട്ടോ. ഈ റൗണ്ട് അബൌട്ട് ഇല്ലേ, അതിന്റെ നടുക്ക് ചെറിയൊരു കുളവും പിന്നെ എന്നിട്ട് നമ്മൾ ആ ചവിട്ടി തുഴയുന്ന കൂട്ടില്ലേ ബോട്ട് വെക്കണ പെഡൽ ബോട്ടൊക്കെ ഉണ്ട്. വലിയ റൗണ്ട് അബൌട്ട് വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് അവിടെ. ബോഗൻവില്ല നിൽക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ ബോഗൻവില്ല ഉണ്ട് കേട്ടോ. ഇതൊരു കുഞ്ഞു ഡാമല്ലേ, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇതൊക്കെ ഫുള്ള് റിസോർട്ട് ഏരിയ ഇവിടെ. ഇതാണ് സ്വരൂപ് സാഗർ ലേക്ക്. വെള്ളം ഉണ്ടല്ലേ, വെള്ളമുണ്ട്. ഇതിന്റെ ഇപ്പൊ നമ്മളവിടെ ഡാം കണ്ടത് അപ്പുറത്ത് കണ്ടില്ലേ കെട്ടി നിർത്തിയേക്കുന്നേ. നമ്മളും ഇങ്ങനെ റൂം തപ്പി നടക്കുകയാണ്. ഈ ലേക്കിന്റെ സൈഡ് ഫുള്ള് റിസോർട്ടുകളും ഇതൊക്കെയാ. കഴുതേനെ കണ്ടോ നിങ്ങളെ? ഈ അലക്കുകാര് ഇവിടെ കഴുതേനെ ഉപയോഗിക്കും. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പുറത്ത് അവിടെ ഹോസ്റ്റൽ കണ്ടു, ഇങ്ങനെ നോക്കിയിട്ട് വരാം. എവിടെയും ഇടയിലടുത്ത് നോക്കി ഒതുക്കിക്കും. ഇത് ഒട്ടകണ്ടി എന്തോന്നല്ലേ ആയിരിക്കും. വന്ന് നമ്മളിപ്പോ ഓരോ ഗള്ളിക്കകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേ അല്ല ഇങ്ങനെയുള്ള ഏരിയയിലാണ് കാണിക്കുന്നത്. അപ്പുറത്ത് വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഹോസ്റ്റൽ തപ്പിപ്പോയതാ. ഹോസ്റ്റലെല്ലാം ഇങ്ങനെ കുഞ്ഞു വഴിയില്ല. 1 മണിയായപ്പോൾ നമ്മൾ ഉദയ്പൂർ എത്തിയതാ. അതെ, സമയം ഇപ്പം 4:30 കുറേ നേരം ഈ ഗള്ളിക്കകത്തൂടെ എല്ലാം നടന്ന് ലാസ്റ്റ് ഇപ്പോൾ ഒരിടത്ത് റൂം കിട്ടി. ഒരിടത്തും റൂം ഇല്ലായിരുന്നു ആദ്യം, എല്ലാം ഫുൾ ബുക്കിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമുക്ക് റൂം കിട്ടി. ഇവിടെ പാർക്കിംഗ് ഇല്ല, ഇത് പെയ്ഡ് പാർക്കിംഗാ റെസ്റ്റോറൻറ്റ്. അപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ചെറിയ വഴി ആയതുകൊണ്ട് നമ്മളിവിടെ വണ്ടി ഇടുകയാണ്. ആ ചാന്ദ്പൂളിൻ്റെ അവിടെ പെയ്ഡ് പാർക്കിംഗ് ഉണ്ട് 24 hours. പക്ഷെ അത് കുറച്ചുകൂടെ ദൂരെയാണ് നമ്മുടെ റൂമിനെക്കാട്ടിലും. അത് റൂമിനേക്കാളും ദൂരെ. അവിടെ 480 രൂപ 24 hours അവർ പറഞ്ഞ. ഇവിടെ 300 രൂപ 24 മണിക്കൂർ. കാരണം സിറ്റി പാലസും എല്ലാം ഇവിടെ അടുത്തടുത്താ. ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, ഇനി നമുക്ക് പോവാം. അതെ, 3 മണിക്കൂറിന് ശേഷം ഒരു റൂം കിട്ടി. നട്ടുച്ച വെയിലത്തവിടെ വന്ന് ഇപ്പോൾ വെയിലൊക്കെ പോയി. അതെ, 5:30 ആവാറായി. ഇവിടെ ഇഷ്ടംപോലെ ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ ഉണ്ട്. എക്കോ കോൺഷ്യസ് ക്രാഫ്റ്റിംഗ്. ഇവിടെ ഈ ഗള്ളിക്കകത്തോട്ട് 2 ഓട്ടോ ഒന്നിച്ച് പാസ്സാകത്തില്ല, അതുപോലെ ചെറിയ വഴിയാണ്. ഉദയ്പൂർ ഇതുപോലെ ഇഷ്ടം പോലെ ബൈക്കിൻ്റെ റെൻറ്റും അതുപോലെ ടാക്സി ഷോപ്പുകളും ഇഷ്ടം പോലെ അങ്ങനത്തെ ഏരിയാസ് ഉണ്ട്. ബൈക്ക് റെൻ്റൊന്നും കിട്ടാൻ ഒരു പാടുമില്ല, കുറേ കടകളുണ്ട്. ഇവരെ ലിപ്പാനാട്ടൊക്കെ കിട്ടും. ലിപ്പാനാട്ട് ഈ കാണുന്നൊക്കെ ഓരോ ഹോം സ്റ്റേകളും ഹോസ്റ്റലുകളും. പിന്നെ ഇതൊക്കെ കുറേ ആർട്ട് ഏരിയകളാണ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയകൾ. നമ്മൾ റൂം എടുക്കുന്നതും ഇതുപോലെ ഒരു ഗള്ളിക്കകത്ത് ആ റൂം എടുത്തേക്കുന്നത്. ഇവിടെ വഴിയെല്ലാം നമ്മൾ ഉച്ചക്കൊന്നും വന്ന് കറങ്ങിയതാണ് മൊത്തം. അതെ, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. വെഡ്ഡിങ് ഫോട്ടോസ് ആർ നോട്ട് അലൗഡ്. ഇവിടെ വെഡ്ഡിങ് ഷൂട്ടിന് ഇഷ്ടംപോലെ ആൾക്കാർ വന്നെന്ന് തോന്നുന്നു. ഇവിടെ നെയിലാർട്ടൊക്കെ ഏതുണ്ട്. ഇതൊക്കെ നെയിലാർട്ട് ചെയ്തു തരുന്നിടമൊക്കെയാണ്. പെച്ചുവായി പെയിൻറ്റിങ്, പശുവിൻ്റെ ഒക്കെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് ജ്വല്ലറി ഏരിയ. ഇതാണ് ഹനുമാൻഗഡ്. ഇവിടെ വന്നാലും ലേക്കിൻ്റെ നല്ല വ്യൂ കിട്ടും. അപ്പുറത്ത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് റൂമിൽ പോയി റെഡിയായിട്ട് ഇറങ്ങാം. കഫേ, ഹോട്ടൽ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇവിടെ ആയുർവേദിക് മസാജ് സെൻറ്ററും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളൊരു ഹോസ്റ്റൽ എടുത്തു.
ഇപ്പം ഇങ്ങനെയുള്ളിടത്തെല്ലാം ഹോസ്റ്റലുകളെല്ലാം ഓരോ ആൾക്കാർ അവരുടെ ആപ്പിലാണ്. ആപ്പ് എടുക്കുക, നമ്മൾ സ്കാൻ ചെയ്യുക, റൂം അൺലോക്ക് ചെയ്യുക. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് 8 ചെയറാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ബെഡ്. അപ്പം ഞങ്ങൾ വെളിയിൽ പോകാനായിട്ട് റെഡിയായി. അതെ, ഇനിയിപ്പോൾ വെളിയിലോട്ട് പോവാം. പക്ഷേ രാത്രിയായി. രാത്രി 7 മണി കഴിഞ്ഞു. ഇത് 5:30 കഴിഞ്ഞായിരുന്നല്ലോ റൂമിൽ വന്നപ്പം. അതെ, പിന്നെ കുളിച്ച് റെഡിയായി സാധനങ്ങളൊക്കെ വെച്ചൊരു സമയമായി. പോയേക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് റൂഫ് ടോപ്പ് വരെ പോയിട്ട് വരാം. ഇവിടെ എല്ലാ ഹോസ്റ്റലിലും ഇതുപോലെ റൂഫ് ടോപ്പ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ ചെറിയ പരിപാടികളുണ്ട് വൈകുന്നേരം. അതെ, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റും. അപ്പം ഇതാ നമ്മുടെ ഹോസ്റ്റലിലെ റൂഫ് ടോപ്പ് ഏരിയ. കണ്ടോ, അതൊരു ഹോട്ടലാണ്. നല്ല ഭംഗിയില്ല അതിൻ്റെ. ഇപ്പം പിന്നെ ഇതുണ്ട്, അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഓരോ റൂഫ് ടോപ്പ് പാർട്ടികൾ നടക്കുന്ന ഏരിയയൊക്കെ. വൈകുന്നേരം സിനിമയും ജസ്റ്റ് പാട്ടൊക്കെ ആയിട്ട് ആൾക്കാരിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. ഞങ്ങൾ കോട്ട എടുക്കാണ്ട് ഇറങ്ങിയത്, മറന്നു പോയതാ. പക്ഷെ വലിയ തണുപ്പില്ല, വലിയ തണുപ്പൊന്നുമില്ല. എന്നാ പോവാം. പോയേക്കാം. അത് ആ കാണുന്ന ലേക്കിൻ്റെ ഏരിയയൊക്കെയാണ്. അങ്ങോട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ എന്നെ ഭംഗിയാണ്. നല്ല ലൈറ്റിങ്ങാണ്. ഞങ്ങൾ അവിടെ എവിടെയല്ല റൂം നോക്കി, പക്ഷെ കിട്ടിയില്ല. അതെ, ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഫുള്ള് ഫില്ലായിരുന്നു. ഈ കടയിൽ ഒരു ഡ്രസ്സ് കിടപ്പുണ്ട്. ഒരാൾ വന്നപ്പോൾ തൊട്ട് അത് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ റേറ്റ് ചോദിക്കട്ടെ? കാര്യമായിട്ടുള്ള റേറ്റ് ആണെങ്കിൽ മേടിക്കാം. പൊന്നു ഉദ്ദേശിച്ച പോലത്തെ ഫിറ്റിംഗ് അല്ലായിരുന്നു. അതെ, ഫിറ്റിംഗ് ഞാൻ ഉദ്ദേശിച്ചതായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട. പോട്ടെ. ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഇവിടെ. നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു വെച്ചതാ, നെയിൽ ആർട്ട്. അപ്പം നമുക്ക് ആദ്യം അത് തപ്പാം. അത് നോക്കിയെടുക്കാം. ഇവിടെ എല്ലാം ഉണ്ടോ, റെന്റിന്റെ ബൈക്ക് റെന്റ് ഇവിടെയൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ സ്ഥലത്ത് ഇവിടെ എല്ലായിടത്തും ബൈക്ക് റെന്റാണ് കൂടെ. പിന്നെ ഇതുപോലത്തെ ആർട്ട് കടകളും കുറേ ടൈപ്പ് ആർട്ടുണ്ട്. ഇവിടെ അതെ വഴിയെല്ലാം ബ്ലോക്കായി. ഇതിപ്പോൾ നടന്നു പോകാനും പറ്റിയല്ല. നടന്നു പോകാനുള്ള സ്പേസ് ഇല്ല. ഞാൻ പറഞ്ഞു, ഭയങ്കര കുഞ്ഞു വഴികളാണ് ഇവിടുത്തെ എല്ലാം. അതെ, ഇവിടെ നെയിലാർട്ടുണ്ട്. വാ, നെയിലാർട്ട് അവിടെ ആള് തിരക്ക് കൂടുതലല്ല, 1/2 മണിക്കൂർ കൂടുതൽ എടുക്കും. നമുക്ക് അപ്പുറത്തൊക്കെ പോയിട്ട് വരാം. ഇവിടെ എന്തോ അലമ്പ് നടക്കും. അതാ, ഇതൊരു ജംഗ്ഷനാ. ഇവിടെ ഭയങ്കര തിരക്കാ. ഇത്ര നേരം ഇവിടെ അലമ്പും കൂടെ ആയിരുന്നു, അതുകൊണ്ട് ഡബിൾ തിരക്കായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴിയാണ് വണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഈ ഓട്ടോ പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള വണ്ടിയെല്ലാം ഒതുങ്ങണം. ചാച്ച അവിടെ ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയി. ഇതുവഴിയൊക്കെ ഞാനവിടെ സ്റ്റക്കായി പോയി. വാ, ഈ ഏരിയയിലോട്ട് വണ്ടി കടത്തിവിടത്തില്ല. അതുകൊണ്ട് ഇവിടെ നല്ല സമാധാനമുണ്ട്. 2 വീലേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട്. അല്ലാണ്ട് വലിയ വണ്ടി ഒന്നും. ഇത് അപ്പുറത്തോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ലേക്കിനടുത്തോട്ട് നീ വഴി ഇപ്പൊ എൻഡ് ചെയ്യും. ഹനുമാൻഘട്ട്. ഇവിടെ ഹനുമാൻഘട്ട് പൊട്ടി. ഇവിടെ എല്ലാം മിക്ക കടയുടെയും പേര് ഹനുമാൻഘട്ട് വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹനുമാൻ മന്ദിരം ഉണ്ട്. ഇതാണ് ആമർകുണ്ട്. റൂം തപ്പി നടന്നത് ആ സൈഡിൽ നിന്ന് ഈ പാലം കയറി ഈ സൈഡ് വരെ വന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2-3 കിലോമീറ്റർ മൊത്തം നടന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനും കൂടെ നടന്നു. ആദ്യം ആ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ഈ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിൽ നോക്കി, പിന്നെ അവിടുന്ന് പിന്നെ ആ സൈഡിൽ പോയി, പിന്നെ അപ്പുറത്തെ സൈഡ് കറങ്ങി. അതെ, അത് കഴിഞ്ഞ് പിന്നെ ഇതുവഴി കറങ്ങി വന്നു, പിന്നെ ഈ സൈഡിൽ വന്നു. കുറെ നേരം കറങ്ങി. നമുക്ക് റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ താഴോട്ടുള്ള അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ ഓൾറെഡി ഇന്ന് പാലൊന്ന് വന്നാ, ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഇവിടെ റൂമുകളൊക്കെ ഉള്ളു, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. നമുക്ക് അങ്ങോട്ടോ അവിടോട്ട് ഏരിയ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ പുറകിലത്തെ കട ഉണ്ടോ? പാനല്ലേ? വേണ്ട, വാ. എനിക്കും വേണ്ട. ഇതിന് ബൈക്കൊക്കെ ഉണ്ട്. പുള്ളി വെളിയിൽ നിന്ന് വന്നാന്ന് തോന്നുന്നു. ഓസ്ട്രേലിയ അസോസിയേഷൻ അതിൽ എഴുതി വെച്ചേക്കുന്നത്, ഓട്ടോമോട്ടീവ് ഓസ്ട്രേലിയൻ അസോസിയേഷൻ. ഇവിടെ ഒന്നും ആളേ ഇല്ലല്ലേ? ഇവിടെ ഭയങ്കര തിരക്ക് കുറവാ. അപ്പുറത്തെ സൈഡില് ഫുള്ള് ആളും ഇതൊക്കെ. അതാ വണ്ടി വരുന്നതിൻ്റെ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കൊക്കെ പാട്ടൊക്കെ കിടക്കുന്നുണ്ട് ഈ ഹോട്ടലിലൊക്കെ മണ്ടയിലൊക്കെ. ഈ ബിൽഡിങ്ങിന്റെ എല്ലാം മേളിലെ റൂഫ് ടോപ്പ് ബാറാ. എല്ലായിടത്തും അതെ, മിക്കയിടത്തും അതെ. അതുണ്ടോ, നല്ല ഭംഗിയില്ല ഹോട്ടൽ കാണാൻ. ഒരു ഹവേലി വൈബുണ്ട്. ആ മേളിൽ കാണുന്നത് മിക്കതും റൂഫ് ടോപ്പ് ബാറുകളാണ്. അപ്പം ഇതാണ് ലേക്ക് പിച്ചോള. ലേക്ക് പിച്ചോളയുടെ തീരത്ത് അവിടെ എത്ര ആൾക്കാരാണ് നിൽക്കുന്നത് കാണുന്നതാണ് ഗംഗാരു ഘട്ട്. ഈ ഗംഗാരു ഘട്ടിന് അതിൻ്റെ പേര് വന്നത്, ഗംഗാരു എന്ന് പറഞ്ഞ ഇവിടുത്തെ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെയാണ്. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ഗംഗാരു ഘട്ട് എന്ന് പേര് വരുന്നത്. ഇതുണ്ടോ, ഇഷ്ടം പോലെ നല്ല ഭംഗിയുണ്ടല്ലേ. അതാ നമ്മൾ ഇതിലൊക്കെ മേശയിലൊക്കെ വിരിക്കത്തില്ലേ, അത് കൂട്ട് ഇതാ കാർപ്പറ്റും ഉണ്ട്, അല്ലാണ്ട് മേശ വിരിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ വോളിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന ഭിത്തിയെ തൂക്കിയിടുന്നതൊക്കെ ഉണ്ട്.
ഞാൻ തണുപ്പായിരിക്കുന്നു വിചാരിച്ച് ഇറങ്ങി, തണുപ്പൊന്നും ഇല്ല. എന്നോട് വണ്ടി എന്നിട്ട് കോട്ട് എടുക്കണമെന്നും വേണ്ട ഇറങ്ങിയാൾ, ഇപ്പോൾ കോട്ടും വേണ്ടൊന്നും വേണ്ട. ഇവിടെ തണുപ്പേ ഇല്ലല്ലേ, ഒട്ടും ഇല്ല. ഇവിടെയുള്ള കടകളൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതെ, ജയ്പൂരിനെക്കാട്ടിലും എക്സ്പെൻസീവ് ഉദയ്പൂര്. ചെറിയ കടകളും ഉണ്ട്, അതെ. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പം എക്സ്പെൻസീവാണ്. ഈ ലേക്ക് സൈഡിലുള്ള എല്ലാം എക്സ്പെൻസീവാണ്, ഇങ്ങോട്ട് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇവിടെ ഹോസ്റ്റലിലെത്തി. ഇനിയിപ്പം റൂമിലേക്ക് പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ നമുക്ക് ഇറങ്ങി കറങ്ങാനൊക്കെ പോകാം. അപ്പോൾ നമുക്ക് ഉദയ്പൂരിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.